Hi students, welcome to my channel. So അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ്. സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. Consider the transportation problem with 3 sources ABC and 5 destinations 1, 2, 3, 4 and 5. And here it is given that the available capacity of each sources is 50 points, 100 points and 150 points, and the requirement in each destinations are 100 points, 60 points, 50 points, 50 points and 40 points. And this table gives the unit cost of transportation of an item from the 3 sources to each 5 destinations. The question is, find the basic feasible solution of this transportation problem by least cost method. Okay, so for least cost method വെച്ചിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓർ ഫൈൻഡ് ദ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. തൊട്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അതുപോയി കണ്ടതിന് ശേഷം ഈ വീഡിയോയിലോട്ട് വരും കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. സോ അപ്പോൾ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ മിനിമം കോസ്റ്റ് ഫ്രം ദ അവൈലബിൾ പൊസിഷൻസ്. സോ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത് അല്ലേ. 1 ആണ് ഇവിടുത്തെ മിനിമം കോസ്റ്റ് വരുന്നത്. പക്ഷേ 1 ഇവിടെ 3 പൊസിഷൻസിൽ വരുന്നുണ്ട്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോയിൽ വരുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ദർ ആർ 2 or more minimum cost, select the lower numbered row. If they are in the same row, select the lower numbered column. So അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് if there are 2 or more minimum cost, ഒന്നിൽ കൂടുതൽ മിനിമം കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ select the lower numbered row. ലോവർ നമ്പേർഡ് റോ സെലക്ട് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മിനിമം കോസ്റ്റ് ചൂസ് ചെയ്യുക. സോ നോക്കുവാണെങ്കിൽ ഹിയർ ദ മിനിമം കോസ്റ്റ് 1 ഇവിടെ 3 പൊസിഷൻസിൽ വരുന്നുണ്ട്. ദിസ് 1 ബിലോങ്സ് ടു ദ ഫസ്റ്റ് റോ, ദ സെക്കൻഡ് റോ ആൻഡ് ദ തേർഡ് റോ. സോ ഫ്രം ദിസ് കോൺസെപ്റ്റ് വി ചൂസ് ദ മിനിമം കോസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് റോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിൽ നിന്നാണ് നമ്മൾ മിനിമം കോസ്റ്റ് ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ മിനിമം കോസ്റ്റ് നമുക്ക് അലോക്കേഷൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് find the minimum value out of the capacity points and the requirement points. So ഇവിടെ നോക്കുവാണെങ്കിൽ here the capacity is 50 points and the requirement is 100 points. So choose the minimum value. 50 is the minimum value. So ഇവിടെ ഞാൻ 50 allocate ചെയ്തു. 50 allocate ചെയ്ത് കഴിഞ്ഞാൽ just cancel the row corresponding to 50. 50 വരുന്ന റോ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുക. The available capacity of source A is exhausted. Okay, ഇനി കോളം വൈസ് നോക്കുക. ഫസ്റ്റ് കോളം നോക്കുകയാണെങ്കിൽ ഹിയർ ദ റിക്വയർമെൻറ്റ് ഓഫ് ഡെസ്റ്റിനേഷൻ 1 ഈസ് 100 പോയിൻറ്റ്സ്. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി 50 പോയിൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഡെസ്റ്റിനേഷൻ 1ൽ. സോ അപ്പോൾ ബാലൻസ് എത്രയാണ് വരുന്നത്? 50 പോയിൻറ്റ്സ് ആണ് വരുന്നത്. സോ ദ റിക്വയർമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് റെഡ്യൂസ്ഡ് ടു 50 പോയിൻറ്റ്സ്. ഓക്കെ, ഇനി സോ അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ മിനിമം കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് ഫ്രം ദ അവൈലബിൾ പൊസിഷൻസ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അടുത്ത മിനിമം കോസ്റ്റ് വരുന്നത് അഗെയിൻ 1 തന്നെയാണ് വരുന്നത്. ബിലോങ്സ് ടു ദ സെക്കൻഡ് റോ ആൻഡ് ഹിയർ ദ തേർഡ് റോ. സോ അപ്പോൾ എന്ത് ചൂസ് ചെയ്യണം? ചൂസ് ദ ലോവർ നമ്പർ റോ ചൂസ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിൽ വരുന്ന 1 ആണ് മിനിമം കോസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഈ സെല്ലിലാണ് നമ്മൾ ലൊക്കേഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഫൈൻഡ് ദ മിനിമം വാല്യൂ ഔട്ട് ഓഫ് ദ സപ്ലൈ പോയിന്റ് ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ്. ഹിയർ ദ സപ്ലൈ പോയിന്റ് ഈസ് 100 ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഈസ് 40. ചൂസ് ദ മിനിമം. സോ 40 ഈസ് ദ മിനിമം വാല്യൂ. സോ അപ്പോൾ ഞാനിവിടെ 40 ഞാൻ അലോക്കേറ്റ് ചെയ്തു. 40 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 വന്നിരിക്കുന്ന കോളത്തിൽ നിന്നാണ് ചൂസ് ചെയ്തത്. ആ കോളം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. ദാറ്റ് മീൻസ് here the requirement of destination 5 is completely met. Okay, ഇനി സെക്കൻഡ് റോയിലോട്ട് നോക്കാം. സെക്കൻഡ് റോയിൽ അതായത് സോഴ്സ് ബിയിലെ അവൈലബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 പോയിൻറ്റ്സ് ആയിരുന്നു. ആ 100 പോയിൻറ്റ്സിൽ നിന്ന് 40 പോയിൻറ്റ്സ് നമ്മൾ ഡെസ്റ്റിനേഷൻ 5ലോട്ട് ഇപ്പോൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഇനി സോഴ്സ് ബിയിൽ വരുന്നത് 60 പോയിൻറ്റ്സ് ആണ്. Therefore the available capacity of source B is reduced to 60 points. Okay, ഇനി ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് മിനിമം കോസ്റ്റ് ഫ്രം ദ അവൈലബിൾ പൊസിഷൻ. സോ അപ്പോൾ ഇനി ഇവിടെ നോക്കുവാണെങ്കിലും അടുത്ത മിനിമം കോസ്റ്റ് വരുന്നത് 1 തന്നെയാണ് അല്ലേ. ആ 1 വന്നിരിക്കുന്ന
അപ്പോൾ അടുത്ത മിനിമം കോസ്റ്റ് വരുന്നത് 1 തന്നെയാണ്. സോ അപ്പോൾ അടുത്ത നെക്സ്റ്റ് അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത് ഈ സെല്ലിലാണ്. Find the minimum value out of the supply point and the demand point. So the supply point is 150 units and the demand point is 50 units. So choose the minimum value. So here 50 is the minimum value and allocate 50 here. Okay, so അപ്പോൾ ഇവിടെ നമ്മൾ 50 allocate ചെയ്തു. ആ 50 വന്നിരിക്കുന്ന കോൾ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുക. The requirement of destination 3 is completely met. ഇനി സോഴ്സ് സി നോക്കാം കേട്ടോ. ഈ സോഴ്സ് സിയിൽ അവൈലബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 യൂണിറ്റ്സ് ആയിരുന്നു. ഓക്കെ, സോഴ്സ് സിയിലെ അവൈലബിൾ കപ്പാസിറ്റി 150 പോയിൻറ്റ്സ് ആയിരുന്നു. ആ 150 പോയിൻറ്റ്സിൽ ഓൾറെഡി 50 പോയിൻറ്റ്സ് ഡെസ്റ്റിനേഷൻ 3യിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ അപ്പോൾ സോഴ്സ് സിയിലിന് ബാലൻസ് വരുന്നത് 100 പോയിൻറ്റ്സ് ആണ്. Therefore, the available capacity of source C is reduced to 100 points. Okay. Now identify the next minimum value. Now identify the next minimum cost coefficient from the available position. So ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്ത കോസ്റ്റ് കോഎഫിഷ്യൻ്റ് അടുത്ത മിനിമം കോസ്റ്റ് കോഎഫിഷ്യൻ്റ് വരുന്നത് 12 ആണല്ലോ അല്ലേ. സോ അപ്പോൾ അടുത്ത നമ്മൾ അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത് ഈ സെല്ലിലാണ്. 12നെ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിലാണ് അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ദ മിനിമം വാല്യൂ ഔട്ട് ഓഫ് ദ supply point and the demand point. Here the supply point is 60 and the demand point is also 60. So here we allocate 60. ഇപ്പോൾ രണ്ട് 60 തന്നെയാണ്. സോ അപ്പോൾ 60 അവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ആ 60 വന്നിരിക്കുന്ന കോളവും ക്യാൻസൽ ചെയ്ത് കളയുക, റോയും ക്യാൻസൽ ചെയ്ത് കളയുക കേട്ടോ. So the second column and the second row cancelled. That means the requirement in destination 2 is completely met and the available capacity of source B is exhausted. Identify the next minimum cost from the available position. So ഇവിടെ നോക്കുകയാണെങ്കിൽ 14 is the 14 and 23 ആണ് ഇതിന് ബാലൻസ് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ മിനിമം കോസ്റ്റ് വരുന്നത് 14 ആണ്. സോ ഇപ്പോൾ 14 കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് അലോക്കേഷന് വേണ്ടിയിട്ട് ഫൈൻഡ് ദ മിനിമം വാല്യൂ ഔട്ട് ഓഫ് സപ്ലൈ പോയിന്റ് ആൻഡ് ഡിമാൻഡ് പോയിന്റ്. Here the supply point is 100 and the demand point is 50. So here 50 is the minimum value. So we allocate 50 here. So അപ്പോൾ നമ്മൾ 50 ഇവിടെ അലോക്കേറ്റ് ചെയ്തു. ആ 50നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോളാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കും. ഓക്കെ, സോ അപ്പോൾ the requirement in destination 1 is completely met. ഇനി നമ്മൾ തേർഡ് റോയിലോട്ട് പോവുകയാണ്. ദറ്റ് മീൻസ് ദ അവൈലബിൾ കപ്പാസിറ്റി ഓഫ് സോഴ്സ് ഈസ് 100 പോയിൻറ്റ്സ്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ 100 പോയിൻറ്റ്സിൽ നിന്നും ഒരു 50 പോയിൻറ്റ്സ് ഡെസ്റ്റിനേഷൻ 1ിലോട്ട് ഇപ്പോൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ അപ്പോൾ ബാലൻസ് വരുന്നത് എത്രയാണ്? 50 പോയിൻറ്റ്സ് ആണ് ഈ സോഴ്സ് സിയിൽ വരുന്ന അവൈലബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാലൻസ് വരുന്നത് ഈ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ദറ്റ് ഈസ് ഹിയർ 23 is the next minimum cost coefficient. So അപ്പോൾ ഇവിടെയാണ് അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. ഫോർ ദിസ് ഹിയർ ദ സപ്ലൈ പോയിന്റ് ഈസ് 50 ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഈസ് 50. സോ അപ്പോൾ ആ 50 നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തു. ആ 50 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ഇവിടെ 50 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് the requirement in destination 4 is completely met and the available capacity of source is exhausted. So here we used all supplies. And the requirements of all columns have been completely met. Therefore, we observe that we have made 6 allocations and the total cost is allocation into cost, that is 50 into 1 plus 60 into 12 plus 40 into 1 plus 50 into 14 plus 50 into 1 plus 50 into 23. Therefore, the basic feasible solution of this transportation problem by least cost method is 2710. This is the minimum cost of this transportation problem by least cost method.
സോ ദ കോൺസെപ്റ്റ് ഓഫ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എനി ഡൗട്ട്സ് മെൻഷൻ ഇറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.